ഹായ് വെൽക്കം ബാക്ക് ടു ഈസി കോഡിംഗ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 15 ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂബേറിയം. അതിൻ്റെ പകുതി ഗൈഡ് ലൈൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഗൈഡ് ലൈൻസ് നോക്കാം. അതിനു മുന്നേ ഇതെൻ്റെ ഫ്രണ്ട് സ്വാതിയുടെ യൂട്യൂബ് ചാനലാണ്, ദ മലബാറി ഫുഡ് ഗാസം. ഒരുപാട് വെറൈറ്റി റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ളവർ തീർച്ചയായും ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഗൈഡ് ലൈൻസിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു ഗൈഡ് ലൈൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, 6th ഗൈഡ് ലൈൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് ആദ്യം നോക്കാം. 7th ക്യാരക്ടർ ഫോർ ഫീറ്റസ് ഐഡൻറ്റിഫിക്കേഷൻ. ഈ ചാപ്റ്ററിലെ ചില കോഡ്സ്, അതായത് O31, O32, O33.3 to O33.6, O35, O36, O40, O41, O60.1, O60.2, O64 ആൻഡ് O69 ഇത്രയും കോഡ്സ് ഫീറ്റസിൻ്റെ കോംപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 7th ക്യാരക്ടർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. 7th ക്യാരക്ടർ 0 to 9 വരെ വരാം ഈ കോഡ്സിൽ. അതായത് ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്കാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തെ കുട്ടിക്കാണ് കോംപ്ലിക്കേഷൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ 7th ക്യാരക്ടർ 2 എടുക്കും. മൂന്നാമത്തെ കുട്ടിക്കാണെങ്കിൽ 7th ക്യാരക്ടർ 3 എടുക്കും. അങ്ങനെ ഇനി 7th ക്യാരക്ടർ 0 വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർ സിംഗിൾ ജസ്റ്റേഷൻ, ഒരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടി തന്നെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ആ കുട്ടിക്ക് തന്നെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ 7th ക്യാരക്ടർ 0 എടുക്കും. പിന്നെ ഡോക്യുമെൻറ്റേഷനിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല ഏത് കുട്ടിക്കാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ഡോക്യുമെൻറ്റേഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 7th ക്യാരക്ടർ 0 എടുക്കും. അതുപോലെ തന്നെ ക്ലിനിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല ഏത് ഫീറ്റസിനാണ് എഫക്റ്റഡ് എന്നുള്ളത്, ക്ലിനിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനിലും നമ്മൾ 7th ക്യാരക്ടർ 0 എടുക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Maternal patient with twin gestations is seen after ultrasound identifies fetus B to be in breech presentation. ഇവിടെ രണ്ട് കുട്ടികളാണ് ഉള്ളത്. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ രണ്ടാമത്തെ കുട്ടി ഫീറ്റസ് ബി ബ്രീച്ച് പ്രസൻറ്റേഷനിലാണ്, അതായത് ബാക്ക് സൈഡാണ് വന്നിരിക്കുന്നത്. സാധാരണ തലയാണ് വരിക, സെഫാലിക് പ്രസൻറ്റേഷൻ ആണ് ഉണ്ടാവുക, ഇതിനകത്ത് ബ്രീച്ച് പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കുട്ടിക്കാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 7th ക്യാരക്ടർ എന്തിടും? 2 ഇടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കോഡ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡ് ലൈൻ ആണിത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക O32.1XX2, മെറ്റേണൽ കെയർ ഫോർ ബ്രീച്ച് പ്രസൻറ്റേഷൻ ഫീറ്റസ് 2. നെക്സ്റ്റ്, HIV ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂബേറിയം. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കുക O98.7 സബ് കാറ്റഗറിയിൽ നിന്നാണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂബേറിയം. ദെൻ നമ്മൾ HIVക്ക് കോഡ് ചെയ്യും B20, ദെൻ HIV റിലേറ്റഡ് ഡിസീസ്. അങ്ങനെയാണ് നമ്മൾ കോഡ് എടുക്കുക. ഇനി അസിംറ്റമാറ്റിക് HIV ഇൻഫെക്ഷൻ ആണെങ്കിൽ സിംറ്റംസ് ഒന്നുമില്ല, ഈ പ്രഗ്നന്റ് ലേഡിക്ക് HIV ഇൻഫെക്ഷൻ ഉണ്ട് പക്ഷേ സിംറ്റംസ് ഒന്നുമില്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കുക O98.7 കാറ്റഗറി സബ് കാറ്റഗറിയിൽ നിന്ന് തന്നെയാണ്. ദെൻ Z21 അസിംറ്റമാറ്റിക് HIV ഇൻഫെക്ഷൻ, ഇങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, a previously asymptomatic HIV patient who is 13 weeks pregnant is evaluated for HIV related candidal bronchitis. അപ്പോൾ ഇതിൽ പറയുന്നത് 13 വീക്സ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ പേഷ്യൻറ്റിന് നേരത്തെ സിംറ്റംസ് ഒന്നുമില്ലാത്ത HIV ഇൻഫെക്ഷൻ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ HIV റിലേറ്റഡ് കാൻഡിഡൽ ബ്രോങ്കൈറ്റിസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെ കോഡ് എടുക്കും? O98.7 സബ് കാറ്റഗറിയിൽ നിന്ന് കോഡ് എടുക്കും. ദെൻ HIVക്ക് കോഡ് എടുക്കും, പിന്നെ HIV റിലേറ്റഡ് ഇൽനെസ്സിന് കോഡ് എടുക്കും, പിന്നെ വീക്സ് ഓഫ് ജസ്റ്റേഷന് കോഡ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക O98.711 ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഡിസീസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്റർ, ദെൻ B20 ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഡിസീസ്, ദെൻ B37.1 പൾമണറി കാൻഡിഡയാസിസ്, ദെൻ Z3A.13 13 വീക്സ് ജസ്റ്റേഷൻ ഓഫ് പ്രഗ്നൻസി. നെക്സ്റ്റ്, ഡയബറ്റീസ് മെലിറ്റസ് ഇൻ പ്രഗ്നൻസി. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ O24 കാറ്റഗറിയിൽ നിന്നാണ് ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത്. രണ്ടാമത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയബറ്റീസ് കോഡും കൂടെ എടുക്കണം. E08 മുതൽ E13 വരെയുള്ള കാറ്റഗറിയിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയബറ്റീസ് കോഡും കൂടെ നമ്മൾ രണ്ടാമത് കോഡ് ചെയ്യണം. നെക്സ്റ്റ് ഗൈഡ് ലൈൻ,
long-term use of insulin and oral hypoglycemics. long-term use of ഇൻസുലിൻ്റെ കോഡ് Z79.4 ആണ്. കുറേ നാളായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ Z79.4 കോഡ് എടുക്കണം. ഇനി കുറേ നാളായിട്ട് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ Z79.84 കോഡാണ് എടുക്കേണ്ടത്. രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസുലിനും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സും എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിന് മാത്രം കോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസിനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുക. ഇത് സാധാരണ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ് ഉണ്ടാവാറ്. O24.4 സബ് കാറ്റഗറി കോഡ്സ് ആണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് കോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഈ കോഡിൽ ഡയറ്റ് കൺട്രോൾഡ്, ഇൻസുലിൻ കൺട്രോൾഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ഇത്രയും ഇൻക്ലൂഡഡ് ആണ്. ഇതിന് നമ്മൾ വീണ്ടും സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ O24.4 സബ് കാറ്റഗറി കോഡ്സിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇഫ് എ പേഷ്യൻറ്റ് വിത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഈസ് ട്രീറ്റഡ് വിത്ത് ബോത്ത് ഡയറ്റ് ആൻഡ് ഇൻസുലിൻ കോഡ് ഒൺലി ഫോർ ഇൻസുലിൻ കൺട്രോൾഡ്. അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റ് ഡയറ്റും കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസുലിനും എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ കൺട്രോൾഡിന് മാത്രം കോഡ് ചെയ്താൽ മതി. അതുപോലെ ഡയറ്റും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾഡ് ബൈ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് മാത്രം കോഡ് ചെയ്താൽ മതി. Next, Z79.4 long-term use of insulin and Z79.84 long-term use of oral hypoglycemic drugs should not be assigned with codes from subcategory O24.4. അതായത് Z79.4 അല്ലെങ്കിൽ Z79.84 ഇത് രണ്ടും ഈ രണ്ട് കോഡ്സും നമ്മൾ O24.4 കോഡിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല. കാരണം മറ്റത് അത് ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിൻ്റെയും ലോങ് ടേം യൂസ് ഓഫ് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സിൻ്റെയും കോഡുകളാണ്. അപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ഈ രണ്ട് കോഡ്സും യൂസ് ചെയ്യില്ല. നെക്സ്റ്റ്, അബ്നോർമൽ ഗ്ലൂക്കോസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. അതിന് നമ്മൾ O99.81 കോഡാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക് കോംപ്ലിക്കേറ്റിംഗ് അബോർഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂബേറിയം. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുക സെപ്സിസിനാണ്. സെപ്സിസ് കോംപ്ലിക്കേറ്റിംഗ് അബോർഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. ചാപ്റ്റർ 15 കോഡാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക. രണ്ടാമത് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷന് കോഡ് ചെയ്യണം. ഇനി സിവിയർ സെപ്സിസ് ഉണ്ടെങ്കിൽ നമ്മൾ സിവിയർ സെപ്സിസിനും ഓർഗൻ ഡിസ്ഫങ്ഷനും കൂടെ അഡീഷണൽ ആയിട്ട് കോഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, patient is seen several days after a miscarriage with sepsis. Culture return MSSA. അപ്പോൾ നമ്മൾ ആദ്യം സെപ്സിസിന് കോഡ് എടുക്കും. O03.87 sepsis following complete or unspecified spontaneous abortion. Then നമ്മൾ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷന് കോഡ് ചെയ്യണം. B95.61 methicillin susceptible staphylococcus aureus infection as the cause of diseases classified elsewhere. നെക്സ്റ്റ്, പ്യൂബറൽ സെപ്സിസ്. പ്യൂബേറിയം പീരീഡിൽ മദറിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്യൂബറൽ സെപ്സിസ് എന്ന് പറയുന്നത്. പ്യൂബറൽ സെപ്സിസിൻ്റെ കോഡ് O85 ആണ്. അപ്പോൾ പ്യൂബറൽ സെപ്സിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് O85 കോഡ് എടുക്കുക. ദെൻ കോസൽ ഓർഗാനിസത്തിന് കോഡ് ചെയ്യുക. ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ B95 to B96 വരെയുള്ള കോഡ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് എടുക്കുക. കോസൽ ഓർഗാനിസത്തിന് കോഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ O85 കോഡിൻ്റെ കൂടെ ഒരിക്കലും A40 സ്ട്രെപ്റ്റോകോക്കൽ സെപ്സിസ്, A41 അതർ സെപ്സിസ് ഈ രണ്ട് കോഡ്സും O85 കോഡിൻ്റെ കൂടെ വരില്ല. If applicable, use additional codes to identify severe sepsis and any associated acute organ dysfunction. ഇനി സിവിയർ സെപ്സിസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സിവിയർ സെപ്സിസിനും കോഡ് ചെയ്യണം. അതുപോലെ തന്നെ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷനും അഡീഷണൽ ആയിട്ട് കോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ആദ്യം പ്യൂബറൽ സെപ്സിസിന് കോഡ് ചെയ്യും O85, ദെൻ കോസൽ ഓർഗാനിസത്തിന്, ദെൻ സിവിയർ സെപ്സിസ്, ദെൻ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ. ഇങ്ങനെയാണ് കോഡ് ചെയ്യുക. നെക്സ്റ്റ്, ആൽക്കഹോൾ, ടുബാക്കോ ആൻഡ് ഡ്രഗ് യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂബേറിയം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ ആൽക്കഹോൾ യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂബേറിയം. ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പീരീഡിലോ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമോ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് O99.31 സബ് കാറ്റഗറിയിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത്. ആൽക്കഹോൾ യൂസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. രണ്ടാമത് F10 കാറ്റഗറിയിൽ നിന്ന് കോഡ് എടുക്കണം, ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ഇനി
അടുത്ത കണ്ടീഷൻ ടുബാക്കോ യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. ടുബാക്കോ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പീരീഡിലോ അതിനുശേഷമോ ടുബാക്കോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത് O99.33 സബ് കാറ്റഗറിന്നാണ്. സ്മോക്കിംഗ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. ദെൻ F17 കാറ്റഗറി നിക്കോട്ടിൻ ഡിപ്പെൻഡൻസിന് കോഡ് ചെയ്യണം. മൂന്നാമത് ഡ്രഗ് യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പീരീഡിലോ അതിനുശേഷമോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് O99.32 സബ് കാറ്റഗറിന്നാണ് കോഡ് എടുക്കേണ്ടത്. ഡ്രഗ് യൂസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. ദെൻ സെക്കൻഡ് F11 to F16 വരെയുള്ള കോഡ്സ് അല്ലെങ്കിൽ F18 to F19 വരെ ഉള്ള കോഡ്സ്, ഈ കാറ്റഗറീസ് എന്നുള്ള കോഡ്സ് ആണ് നമ്മൾ രണ്ടാമത് കോഡ് എടുക്കേണ്ടത് ടു ഐഡൻറ്റിഫൈ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡ്രഗ് യൂസ്. നെക്സ്റ്റ്, പോയ്സണിങ്, ടോക്സിക് എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട്സ് ആൻഡ് അണ്ടർഡോസിങ് ഇൻ എ പ്രഗ്നന്റ് പേഷ്യൻറ്റ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത് O98.2 സബ് കാറ്റഗറിന്നാണ്. ഇഞ്ചുറി, പോയ്സണിങ് ആൻഡ് സെർട്ടൈൻ അതർ കോൺസിക്വൻസസ് ഓഫ് എക്സ്റ്റേണൽ കോസസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബേറിയം. ദെൻ രണ്ടാമത് കോഡ് എടുക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണ് എന്നുള്ളത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇഞ്ചുറിക്ക് അല്ലെങ്കിൽ പോയ്സണിങ്, ടോക്സിക് എഫക്ട്, അഡ്വേഴ്സ് എഫക്ട് ഓർ അണ്ടർ ഡോസിങ്, അതിൻ്റെ കോഡാണ് നമ്മൾ രണ്ടാമത് എടുക്കേണ്ടത്. മൂന്നാമത് കണ്ടീഷൻ കോസ്ഡ് ബൈ ദ പോയ്സണിങ്, ടോക്സിക് എഫക്ട്, അഡ്വേഴ്സ് എഫക്ട് ഓർ അണ്ടർ ഡോസിങ്. എന്താണ് സംഭവിച്ചത്, എന്ത് കണ്ടീഷനാണ് ഉണ്ടായത് എന്നുള്ളതിനാണ് നമ്മൾ മൂന്നാമത് കോഡ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, patient treated for accidental carbon monoxide poisoning from a gas heating implement. Patient is 18 weeks pregnant. അപ്പോൾ ഇവിടെ 18 weeks pregnant ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ആക്സിഡൻ്റൽ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് O98.2 സബ് കാറ്റഗറിന്നാണ് കോഡ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോഡ് വരിക O98.212 ഇഞ്ചുറി, പോയ്സണിങ് ആൻഡ് സെർട്ടൈൻ അതർ കോൺസിക്വൻസസ് ഓഫ് എക്സ്റ്റേണൽ കോസസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി സെക്കൻഡ് ട്രൈമസ്റ്റർ. ഏത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണെന്നുള്ളത്, ഏത് ടൈപ്പ് ഓഫ് പോയ്സണിങ് ആണെന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് കോഡ് എടുക്കേണ്ടത്. ഇവിടെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കോഡ് T58.11XA toxic effect of carbon monoxide from utility gas accidental initial encounter. Then 18 weeks pregnant ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ Z3A.18. നെക്സ്റ്റ് ഗൈഡ് ലൈൻ നോർമൽ ഡെലിവറി കോഡ് O80. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഡെലിവറിയുടെ കോഡ് O80 ആണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഡെലിവറി നടക്കുകയാണ്, ഒരു ഹെൽത്തി ബേബി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എടുക്കേണ്ട കോഡ് O80 ആണ്. ഇപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയതിനു ശേഷം ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഡെലിവറി നടക്കുകയാണ്, ഒരു ഹെൽത്തി ബേബി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എടുക്കേണ്ട കോഡ് O80 ആണ്. O80 കോഡ് എപ്പോഴും പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിരിക്കും. പിന്നെ O80യുടെ കൂടെ വരുന്ന ഒരു ഔട്ട്കം ഓഫ് ഡെലിവറി കോഡ് എന്ന് പറയുന്നത് Z37.0 ആണ്. അപ്പോൾ ഫസ്റ്റ് കോഡ് O80 വരും, രണ്ടാമത് Z37.0 സിംഗിൾ ലൈവ് ബർത്ത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Patient presents in labor at 39 weeks gestation and delivers a healthy newborn. Patient had abnormal glucose levels in her first trimester, which have since resolved. ഇവിടെ പറയുന്നത് 39 weeks പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഡെലിവറി നടന്നു, ഒരു ഹെൽത്തി ബേബി ഉണ്ടായി. അവർക്ക് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അബ്നോർമൽ ഗ്ലൂക്കോസ് ലെവൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രോബ്ലമൊക്കെ മാറി, ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റായി ഒരു പ്രോബ്ലം ഇല്ലാതെ ഒരു ഹെൽത്തി ബേബി ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കുക O80 എൻകൗണ്ടർ ഫോർ ഫുൾ ടേം അൺകോംപ്ലിക്കേറ്റഡ് ഡെലിവറി. ദെൻ Z37.0 സിംഗിൾ ലൈവ് ബർത്ത്. നെക്സ്റ്റ് ഗൈഡ് ലൈൻ ദ പെരിപാർട്ടം ആൻഡ് പോസ്റ്റ്പാർട്ടം പീരീഡ്സ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പോസ്റ്റ്പാർട്ടം, എന്താണ് പെരിപാർട്ടം എന്ന് നോക്കാം. പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ച വരെയുള്ള ടൈം പീരീഡാണ് പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. ഇനി പെരിപാർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സറൗണ്ടിങ്, അറൗണ്ട് അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്, അതായത് ഡെലിവറിയുടെ ചുറ്റുള്ള ദിവസങ്ങൾ. അപ്പോൾ പെരിപാർട്ടം പീരീഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി മുതൽ
5 months ആഫ്റ്റർ ഡെലിവറി വരെയാണ്. ഡെലിവറി കഴിഞ്ഞ് 5 മാസം വരെയാണ്. ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി മുതൽ ഡെലിവറി കഴിഞ്ഞ് 5 മാസം വരെയുള്ള ടൈം പീരീഡാണ് നമ്മൾ പെരിപാർട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം പീരീഡിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഓ കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് കോഡ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് ഈ പോസ്റ്റ്പാർട്ടം പീരീഡും പെരിപാർട്ടം പീരീഡിനും ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസും കോഡ് ചെയ്യാൻ നമ്മൾ ഓ കോഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഡോക്ടർ പറയണം ഇത് പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടീഷനാണ്, പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസും നമ്മൾ ഓ കോഡ്സ് യൂസ് ചെയ്ത് കോഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, patient referred for varicose veins. She had a baby boy 3 months ago. Varicose veins started to appear 1 month ago. The doctor attributes the patient's pregnancy as the cause of the varicose vein, which continued to be painful and bothered the patient. She is seeking surgical relief. അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിന് 3 മാസം മുന്നേ ഒരു ബേബി ഉണ്ടായി, 1 മാസം മുന്നേ വെരിക്കോസ് വെയിനും ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ വെരിക്കോസ് വെയിനുള്ള കാരണം പ്രഗ്നൻസി റിലേറ്റഡ് ആണ്, പ്രഗ്നൻസി മൂലമാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡോക്ടർ പറയുന്നത്. സോ നമ്മൾ ഓ കോഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ വെരിക്കോസ് വെയിൻ്റെ കോഡല്ല എടുക്കേണ്ടത്. ഇത് പ്രഗ്നൻസി റിലേറ്റഡ് വെരിക്കോസ് വെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓ കോഡ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക O87.4 വെരിക്കോസ് വെയിൻസ് ഓഫ് ദ ലോവർ എക്സ്ട്രീമിറ്റി ഇൻ ദ puerperium. Next, admission for routine postpartum care following delivery outside hospital. അതായത് ഹോസ്പിറ്റലിന് പുറത്ത് വെച്ചിട്ടാണ് ഡെലിവറി നടന്നത്. ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് പോസ്റ്റ്പാർട്ടം കെയറിന് വേണ്ടി മാത്രമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ Z39.0 കോഡാണ് എടുക്കുക. എൻകൗണ്ടർ ഫോർ കെയർ ആൻഡ് എക്സാമിനേഷൻ ഓഫ് മദർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി. ദെൻ പ്രഗ്നൻസി അസോസിയേറ്റഡ് കാർഡിയോമയോപ്പതി. കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് മസിൽസിൻ്റെ ഒരു ഡിസീസിനെയാണ് നമ്മൾ കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. ഇത് പ്രഗ്നൻസി അസോസിയേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ O90.3 കോഡാണ് എടുക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അത് ഡെലിവറി കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പെരിപാർട്ടം കാർഡിയോമയോപ്പതി എന്നാണ് പറയുക. അപ്പോൾ പ്രഗ്നൻസി അസോസിയേറ്റഡ് കാർഡിയോമയോപ്പതി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ O90.3 കോഡ് എടുക്കണം. ഒരിക്കലും പ്രീ എക്സിസ്റ്റിംഗ് ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും O90.3 എടുക്കാൻ പാടില്ല. പ്രഗ്നൻസിയോടനുബന്ധിച്ചുണ്ടായ കാർഡിയോമയോപ്പതി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ O90.3 കോഡ് എടുക്കുള്ളൂ. നെക്സ്റ്റ്, കോഡ് O94 സീക്വലി ഓഫ് കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂബേറിയം. അതായത് ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി, ആ കോംപ്ലിക്കേഷൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ കോംപ്ലിക്കേഷനിൽ നിന്ന് വേറെ ഓരോ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സീക്വലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ O94 കോഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സീക്വലി കോഡ്സും പോലെ തന്നെ ആദ്യം ആ കോംപ്ലിക്കേഷൻ സീക്വലി ഓഫ് കോംപ്ലിക്കേഷൻ ഫസ്റ്റ് കോഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് O94 കോഡ് എടുക്കുക. Next guideline, termination of pregnancy and spontaneous abortions. ഫസ്റ്റ് കേസ്, അബോഷൻ ആൻഡ് ലൈവ് ബോൺ ഫീറ്റസ്. ഇപ്പോൾ അബോഷൻ നടത്തി പക്ഷേ ലൈവ് ബോൺ ഫീറ്റസ് ആണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് എടുക്കേണ്ടത് Z33.2 എൻകൗണ്ടർ ഫോർ ഇലക്റ്റീവ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ദെൻ Z37 ഔട്ട്കം ഓഫ് ഡെലിവറി. അങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് കണ്ടീഷൻ, റീറ്റെയിൻഡ് പ്രോഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ ഫോളോയിങ് ആൻ അബോഷൻ. അതായത് ഇപ്പോൾ അബോഷൻ ചെയ്തു അല്ലെങ്കിൽ ഇലക്റ്റീവ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്തി, പക്ഷേ പ്രോഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ ഫുള്ളായിട്ട് പോയി തീർന്നിട്ടില്ല, അത് യൂട്രസിൽ തന്നെ പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട്, പക്ഷേ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ O03.4 ഇൻകംപ്ലീറ്റ് സ്പോണ്ടേനിയസ് അബോഷൻ വിത്തൗട്ട് കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ O07.4 ഫെയിൽഡ് അറ്റംപ്റ്റഡ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വിത്തൗട്ട് കോംപ്ലിക്കേഷൻ, ഈ കോഡ്സ് ആണ് എടുക്കേണ്ടത്. അതിപ്പോൾ പേഷ്യൻ്റ് പോവാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോവാണ്, കംപ്ലീറ്റ് അബോഷൻ ആയി എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോവാണ്, പക്ഷേ പിന്നീട് തിരിച്ചു വരികയാണ്. പ്രോഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ പൂർണ്ണമായിട്ടും പോയി തീരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പോഴും ബാക്കി നിൽക്കുന്നതുകൊണ്ട്, യൂട്രസിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും പേഷ്യൻ്റ് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ്സ് തന്നെ യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ O03.4 അല്ലെങ്കിൽ O07.4 കോഡ് യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ അബോഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്റ്റീവ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്തിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ O03.4 അല്ലെങ്കിൽ O07.4 കോഡ് യൂസ് ചെയ്യില്ല. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ കോഡാണ് എടുക്കുക. ഫോർ എക്സാമ്പിൾ,
Patient was seen 2 days ago for complete spontaneous abortion but returns today for urinary tract infection with ultrasound showing retained products of conception. അതായത് 2 ദിവസം മുന്നേ പേഷ്യൻ്റ് കംപ്ലീറ്റ് സ്പോണ്ടേനിയസ് അബോർഷൻ ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി തിരിച്ച് ഇന്ന് വന്നിരിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ മനസ്സിലായി പ്രോഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ ഇപ്പോഴും യൂട്രസിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് കോഡാണ് എടുക്കേണ്ടത്? O0 3.4 എടുക്കാൻ പറ്റില്ല, കാരണം വിത്തൗട്ട് കോംപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമാണ് O0 3.4 കോഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോംപ്ലിക്കേഷൻ ഉള്ളത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ വരിക O0 3.38 യൂറിനറി ട്രാക്ട് infection following incomplete spontaneous abortion. Next guideline, complication leading to abortion. Codes from chapter 15 may be used as additional codes to identify any documented complication of the pregnancy in conjunction with codes in categories in O04, O07 and O08. അതായത് ഈ ഗൈഡ് ലൈനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ O04, O07 ആൻഡ് O08 ഈ കോഡ്സിൻ്റെ കൂടെ ഈ ചാപ്റ്റർ 15 കോഡ്സ് നമുക്ക് അഡീഷണൽ കോഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ 3 കോഡ്സിൻ്റെയും കൂടെ ചാപ്റ്റർ 15 കോഡ്സ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അബ്യൂസ് ഇൻ എ പ്രഗ്നൻറ്റ് പേഷ്യൻറ്റ്. ഇതിന് നമ്മൾ O9A കാറ്റഗറി കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അബ്യൂസിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ആൻഡ് സൈക്കോളജിക്കൽ അബ്യൂസ്. ഫിസിക്കൽ അബ്യൂസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബറി ആണെങ്കിൽ O9A.3 സബ് കാറ്റഗറി കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സെക്ഷൽ അബ്യൂസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബറി ആണെങ്കിൽ O9A.4 സബ് കാറ്റഗറി കോഡ്സ്. സൈക്കോളജിക്കൽ അബ്യൂസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂബറി ആണെങ്കിൽ O9A.5 സബ് കാറ്റഗറി കോഡ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ അബ്യൂസിന് കോഡ് ചെയ്യുക. സെക്കൻഡ്, എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസ് മൂലോ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് മൂലം എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സെക്കൻഡ് കോഡ് ചെയ്യുക. ഇനി സൈക്കോളജിക്കൽ അബ്യൂസ് ആണെങ്കിൽ പെർപെട്രേറ്റർ ഓഫ് അബ്യൂസിന് രണ്ടാമത് കോഡ് ചെയ്യുക. ആരാണ് അബ്യൂസ് ചെയ്തത്, ഫാദറാണോ മദറാണോ അല്ലെങ്കിൽ ഹസ്ബൻഡാണോ വൈഫാണോ, അങ്ങനെ ആരാണ് അബ്യൂസ് ചെയ്തത് എന്നുള്ളതിന് നമ്മൾ രണ്ടാമത് കോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ഗൈഡ് ലൈൻസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.